വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 85 മുതൽ 87 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 85-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. പ്രവാസത്തിനു ശേഷം മടങ്ങി വന്ന ജനത്തിൻ്റെ ആദ്യകാല പ്രതിസന്ധികളുടെ മധ്യത്തിൽ എഴുതപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. പ്രവാസത്തിൽ നിന്നും അവർക്ക് മടങ്ങി വരുവാൻ സാധിച്ചത് തന്നെ ദൈവത്തിൻ്റെ മഹാദയയാലാണ്. അതിനാൽ തന്നെ ദയ, രക്ഷ, സമാധാനം എന്നീ ചിന്തകളാണ് സങ്കീർത്തനങ്ങൾ 85-ൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കോരഹ് പുത്രന്മാരിൽ ഒരാളായിരിക്കാം ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് എന്ന് കരുതപ്പെടുന്നു. ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ആത്മീയ ജീവിതം നിരന്തരമായ പോരാട്ടം അനുഭവിക്കുന്നതാണ്. ജനത്തിൻ്റെ അവിശ്വസ്തതയും പിന്മാറ്റവും ആത്മീയ ജീവിതത്തിലെ പോരാട്ടങ്ങളായിരുന്നു. അതിനാൽ ജനം അകൃത്യവും പാപവും ചെയ്യുന്നവരായിട്ട് തീർന്നു. ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തെ മലീമസമാക്കുകയും ആത്മീക അനുഭവങ്ങളുടെ കൊടുമുടികളിൽ നിന്നും പാപത്തിൻ്റെ ഇരുണ്ട അനുഭവങ്ങളിലേക്ക് വഴുതി വീഴിക്കുകയും ചെയ്യുന്നു. ഇത്തരം പോരാട്ട അനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് നാം ആത്മീയമായ ഉയർച്ചകളിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. ഇവിടെയും പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത ദൈവത്തിൻ്റെ ദയയും മനസ്സലിവും വീണ്ടെടുപ്പുമൊക്കെ അനുഭവിച്ച് സമാധാനത്തോടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ 8-ാം വാക്യത്തിൽ പറയുന്നത്, അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ജനത്തോടും തൻ്റെ ഭക്തന്മാരോടും സമാധാനം അരുളും എന്ന്. യഹോവ പറയുന്നത് കേൾക്കുവാനും യഹോവയോടൊപ്പം മുന്നേറുകയും ചെയ്യുന്നതാണ് പോരാട്ടത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, ആത്മീയ ജീവിതം നന്മയുടെ വിളനിലമാക്കുക. ദൈവഭക്തർ നീതി നിർവഹിക്കുന്നവരായി സമാധാനത്തിൻ്റെ വക്താക്കളായി ജീവിക്കണം. അങ്ങനെയെങ്കിൽ ഭക്തർക്ക് രക്ഷ അനുഭവവേദ്യമാക്കുവാനായിട്ട് കഴിയും. രക്ഷ ഒരിക്കലായിട്ട് സംഭവിക്കുന്നതല്ല, പിന്നെയോ നിരന്തരം സംഭവിച്ചുകൊണ്ട് ഇരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാകുന്നു. 9-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്, അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം എന്ന്. അങ്ങനെയെങ്കിലേ ഇന്നിൻ്റെ പാപസ്വാധീനത്തിൽ നിന്നും അകന്നു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നിരന്തരമായ ദൈവാശ്രയത്തിൽ ജീവിച്ചാൽ ദൈവമഹത്വമാകുന്ന ദയയും വിശ്വസ്തതയും നീതിയും സമാധാനവും ഒക്കെ ദേശത്ത് അനുഭവവേദ്യമാകുവാനായിട്ട് ഇടയാകും. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് മഞ്ഞും മഴയും നൽകി നമ്മുടെയൊക്കെയും വിളവ് സമൃദ്ധമാക്കും എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പലവിധമായ പോരാട്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽപ്പാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തെ നന്മയുടെ വിളനിലങ്ങളാക്കിക്കൊണ്ട് ദൈവം നൽകുന്ന പുഷ്ടി അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിരന്തരമായ പോരാട്ടങ്ങൾ പലതരത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. എന്നാൽ അതിനെ തരണം ചെയ്തുകൊണ്ട് അങ്ങയോടൊപ്പം മുന്നേറുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. പ്രിയ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരും നന്മയുടെ വക്താക്കളായി ഈ ലോകത്തിൽ ജീവിപ്പാനും ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.